തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കൊലോസ്യ ലേഖനത്തിൽ നിന്ന് ചില വാക്യങ്ങൾ വായിക്കാം. ഈ ദിവസങ്ങളിൽ ഞാൻ ചിന്തിക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു ലേഖനമാണ് കൊലോസ്യ ലേഖനം. അതിൻ്റെ 2-ാം അധ്യായത്തിൽ നിന്ന് തന്നെ എൻ്റെ പ്രാരംഭത്തിലെ 7 വാക്യങ്ങളാണ് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾക്കും ലബോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി അവർ ക്രിസ്തു എന്ന ദൈവമർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണ്ണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നു. വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിപ്പാൻ ഞാൻ ഇത് പറയുന്നു. ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പിൻ. അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. കൊലോസ്യ ലേഖനത്തെക്കുറിച്ച് നമുക്കറിയാം. പൗലോസിൻ്റെ ഒരു കാരാഗ്രഹ ലേഖനമാണ്. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവമക്കളെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുന്ന പൗലോസിൻ്റെ മാനസികാവസ്ഥ എത്ര ഉന്നതമാണ് എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ പ്രാരംഭത്തിൽ തന്നെ നമുക്ക് ഇങ്ങനെ വായിക്കുവാനായിട്ട് കഴിയുന്നു. നിങ്ങൾക്കും ലവോദിക്കയിലുള്ളവർക്കും ജഡത്തിൽ എൻ്റെ മുഖം കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും വേണ്ടി. അപ്പോൾ ഈ ലേഖനം എഴുതുന്നത് കൊലോസ്യയിലുള്ള വിശ്വാസികൾക്കുണ്ട്, അതുപോലെ തന്നെ ലവോദിക്കയിലുള്ളവർക്കുണ്ട്. അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത് നിങ്ങൾക്കും ലവോദിക്കക്കാർക്കും ഹീരപ്പൊലിക്കാർക്കും വേണ്ടി അവൻ വളരെ പ്രയാസപ്പെടുന്നു എന്നുള്ളതിന് ഞാൻ സാക്ഷി. എപ്പഫ്രാസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഈ ലേഖനം എഴുതുന്നത് ഈ 3 കൂട്ടരെയും ഉൾപ്പെടുത്തിക്കൊണ്ടാണ്. കൊലോസ്യയിലുള്ള വിശ്വാസികളെ, ലവോദിക്കയിലുള്ളവർക്ക്, ഹീരപ്പൊലിക്കാർക്ക്, ഇവർക്ക് വേണ്ടി എഴുതുന്ന ഈ ലേഖനമാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ വളരെ ഭാരമുള്ള അനുഭവത്തോടു കൂടിയാണ് ഈ കത്തെഴുതുന്നത്. കാരണം അവിടെ നാം വായിക്കുന്ന 2-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നു. പൗലോസ് വലിയൊരു പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വലിയൊരു പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് പൗലോസ്. എന്താണ് കാരണം? എന്തുകൊണ്ടാണ് താൻ ഇത്രമാത്രം വേദനപ്പെടുന്നത്? നമ്മൾ ഓർത്തു, റോമിൽ കാരാഗ്രഹത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് പൗലോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. തനിക്ക് പല പരിമിതികളുണ്ട്. ഇപ്പോൾ താൻ കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പൂർണ്ണമായിട്ടും തടവിൽ കഴിയുന്ന പൗലോസിനെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ പൗലോസ് എന്തുകൊണ്ടാണ് അവിടെ കിടന്നുകൊണ്ട് ഈ പോരാട്ടം കഴിക്കുന്നത്? നമുക്കറിയാം, പൗലോസിൻ്റെ ജീവിതത്തിൽ ഈ പോരാട്ടം എന്നുള്ള വാക്ക് മിക്കവാറും പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലാണ് പോരാട്ടം എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുള്ളത്. അപ്പം പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു വ്യക്തിത്വം, അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ പോരാടുന്ന ഒരു അനുഭവമാണ് പൗലോസിന് ഇവിടെ ഉള്ളത്. എനിക്ക് നമ്മുടെ വായിച്ചത് ഇതുവരെ താൻ അവരെ ആരെയും നേരിൽ കണ്ടിട്ടില്ല, അവരുടെ മുഖം കണ്ടിട്ടില്ല എന്നത് അവിടെ 1-ാം വാക്യത്തിൽ തന്നെ വായിക്കുന്നു. അപ്പോൾ ഈ കൊലോസ്യയിലേക്ക് പൗലോസിന് പോകാനുള്ള ആഗ്രഹമുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവരെ നേരിൽ പോയി കാണുവാനുള്ള യാതൊരു സാധ്യതയുമില്ല. കാരണം തടവിൽ കഴിയാണ്. എന്നാൽ അവരെ നേരിൽ പോയി കാണുവാനുള്ള ആഗ്രഹമുണ്ടെങ്കിലും അത് സാധിക്കാത്തതിൽ പൗലോസിന് വളരെ ഭാരമുണ്ട്. കാരണം ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ ശരിക്കും പോയി അവരെ ആശ്വസിപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് കൊലോസ്യയിലുള്ള സഭയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. വളരെ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് ദുരുപദേശക്കാർ ഒക്കെയും കടന്നു വന്ന് അവിടെയുള്ള വിശ്വാസികളെ തെറ്റായ വഴിയിലേക്ക് നയിക്കുന്ന, അല്ലെങ്കിൽ ആത്മീയജീവിതത്തിൽ മുൻപോട്ട് പോകേണ്ടവരെ പതർച്ചു കളയുന്ന, അല്ലെ തെറ്റായ നിലവാരത്തിലേക്ക് നയിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അതുകൊണ്ട് പൗലോസ് അങ്ങോട്ട് പോകാനായിട്ട് ഉണ്ടെങ്കിലും അവരെ നേരിൽ കണ്ട് അവരെ ഒന്ന് നേരായ വഴിയിൽ നടക്കണമെന്ന് അവരെ ഓർപ്പിക്കുവാനായിട്ട് താൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇപ്പോഴത്തെ പരിതസ്ഥിതിയിൽ അത് അസാധ്യമായിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വായിച്ചു. അതുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴുള്ള ഏക പോംവഴി വളരെ ദൂരത്തിലാണ്. അവരെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ല. എന്നാൽ അവരുടെ ആത്മീയ നിലവാരത്തിൽ അവരെ നിലനിർത്തുവാനായിട്ട് നേരിൽ കണ്ടവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുവാനൊന്നും കഴിയാത്ത സാഹചര്യത്തിൽ പൗലോസ് ചെയ്യുന്നത് ഇപ്പോൾ അവരെ പ്രാർത്ഥനയുടെ കരങ്ങളിൽ വഹിക്കുക. അതുകൊണ്ടാണ് പറയുന്നത് പ്രാർത്ഥന എന്ന പോരാട്ടം. അതാണ് പൗലോസ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പൗലോസ് പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആർക്കു വേണ്ടി? ഇതുവരെ മുഖാമുഖമായി കണ്ടിട്ടില്ലാത്ത ഒരു പറ്റം വിശ്വാസികൾക്ക് വേണ്ടി, ക്രിസ്ത്യാനികൾക്ക് വേണ്ടി പൗലോസ് പോരാട്ടം കഴിക്കുക. അവരെ ആത്മീയമായ നിലവാരത്തിൽ നിന്ന്
താണു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, തെറ്റായ ഉപദേശങ്ങളിലേക്ക് കടന്നു പോകാതെ, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലെ ആത്മീയ സത്യങ്ങൾ ഗ്രഹിച്ചവരെന്നുള്ള നിലയിൽ ആ നിലവാരത്തിൽ മുൻപോട്ട് പോകാനുള്ള ആഗ്രഹം പൗലോസ് വെളിപ്പെടുത്തുകയാണ്. അതിനുവേണ്ടി ദൈവത്തോട് താൻ പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഒരു നിലയിൽ നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ പറയാം, മറ്റൊരു യാതൊരു മാർഗവുമില്ല, പ്രാർത്ഥനയല്ലാതെ മറ്റൊരു യാതൊരു പോംവഴിയും പൗലോസിൻ്റെ മുമ്പിൽ ശേഷിച്ചിട്ടില്ല. ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ ഓർപ്പിക്കട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നാം നേരിൽ കണ്ടിട്ടില്ലാത്ത അനേക വിശ്വാസികൾ, അനേക ദൈവമക്കൾ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അതാണ് ഒരു ദൈവ പൈതലിനുള്ള ഏറ്റവും വലിയ ധൈര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കടന്നു ചെന്ന് നമുക്ക് അവരെ ആശ്വസിപ്പിക്കുവാൻ നേരിൽ ചെന്ന് കാണുവാൻ കഴിയുന്നില്ല എങ്കിലും പ്രാർത്ഥനയിൽ അവർക്ക് വേണ്ടി പോരാടുവാനുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട് ഇടയായിത്തീരണം. മറ്റുള്ളവരുടെ ആത്മീയ നിലവാരത്തിന് വേണ്ടി, അവരുടെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ ആത്മീയമായ ഉന്നമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പ്രാർത്ഥന എന്ന പോരാട്ടത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ. നമുക്ക് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. അപ്പോൾ ഇപ്പോഴേ താൻ പ്രാർത്ഥനയിൽ പോരാടുകയാണ്. ആരുടെ കരങ്ങളിലാണ് ഇത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്? അവിടെ നിലനിൽപ്പെന്ന് പറയുന്നത്, കൊലോസ്യരുടെ വിശ്വാസികളുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇപ്പം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൗലോസിനെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പം നമുക്ക് പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട്, ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും, അല്ലെങ്കിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുമെന്നുള്ള ഉത്തമമായ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടെ നമുക്ക് പ്രാർത്ഥനയിൽ പോരാടുവാനായിട്ട് ഇടയായിത്തീരും. മറ്റൊരു കാര്യം, പോരാട്ടത്തിന് അടിസ്ഥാനമായി മറ്റൊരു കാരണം കൂടെ ഒരു ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് ഇപ്പോഴായിരിക്കുന്നത് കാരാഗ്രഹത്തിലാണ്. എന്തുകൊണ്ടാണ്? എന്തിനു വേണ്ടിയാ? സുവിശേഷം നിമിത്തമാണ് താൻ കാരാഗ്രഹത്തിലായിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിൽ അല്ലെങ്കിൽ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാനായിട്ട് കഴിയും. അധികം കാലങ്ങൾ കഴിയാതെ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ശിക്ഷയുണ്ട്. നീറോയുടെ ശിക്ഷാവധി അവൻ്റെ മേൽ വരവാനായിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, താനൊരു കാര്യത്തിൽ നിന്ന് പിന്മാറിപ്പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ താൻ ഇതുവരെ വിശ്വസിച്ച് പോന്ന ആ ദൈവവചനത്തിലെ സത്യമായിട്ട് പരിഗണിച്ചിരുന്ന ദൈവവചനത്തെ വിട്ട് അല്പം പിന്നോട്ട് പോയാൽ തനിക്ക് അവിടെ നിന്ന് സുരക്ഷിതമായിട്ട് വിടുവിക്കപ്പെടുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഇങ്ങനെയും പൗലോസ് പ്രാർത്ഥിക്കുന്നു, ഞാൻ വിശ്വസിച്ചിരിക്കുന്ന സത്യത്തിൽ നിന്ന് ഒട്ടും പിന്നോട്ട് പോകുവാൻ ഇടയാകാതെ വിശ്വാസത്തിന് വേണ്ടി നിലനിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. അല്ലെങ്കിൽ അത് വളരെ പ്രതിസന്ധികൾ പൗലോസിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, പൗലോസിനെ വ്യക്തിപരമായി കാണുന്ന അനേകരുടെ ജീവിതത്തിലും അങ്ങനെയുള്ളൊരു പരാജയം ഉണ്ടാകുവാനായിട്ട് ഇടയായിത്തീരും. പൗലോസ് പിന്മാറിപ്പോയല്ലോ, പൗലോസ് സുവിശേഷത്തിൽ നിന്ന് വ്യതിചലിച്ചല്ലോ എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് മാറുവാനുള്ള, പിന്മാറി പോകുവാനുള്ള ഒരു ഉപാധിയായിട്ട് അത് തീരും, ഒരു ഘടകമായിട്ട് അത് തീരും. അതുകൊണ്ട് പൗലോസ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെയും വിശ്വാസ ജീവിതത്തിൽ വ്യക്തമായ നിലയിൽ മുന്നേറേണ്ടതിന് വേണ്ടി, ആ സത്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോകേണ്ടതിന് വേണ്ടി താൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും അനുദിനം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ പിന്നോട്ട് പോകാതെ ആത്മീയമായി മുന്നേറുവാനുള്ള ആഗ്രഹത്തോടുകൂടെ ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് എല്ലാ ദിവസവും എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ പരിപോഷണത്തിന് വേണ്ടി, എൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഓരോ ദിവസവും നമ്മളൊക്കെ പലപ്പോഴും, കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ ഓർപ്പിച്ചു, നമ്മളൊക്കെ എല്ലാവരും ആത്മീയമായി തികഞ്ഞവരാണ്, പൂർണ്ണതയിലെത്തിയവരാണെന്നുള്ള ചിന്തയാണ് പലപ്പോഴും. നമ്മൾ ഇനി ആത്മീയമായി വളരുവാൻ എനിക്കൊരു ഭാഗവുമില്ല, അല്ലെങ്കിൽ എനിക്ക് ആത്മീയ വളർച്ച ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളെല്ലാം വളർന്നിരിക്കുകയാണ്. ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ പറയുന്നു, അങ്ങനെ ആര് ചിന്തിക്കുന്നുവോ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ പരാജയമാണ്. ഞാനിനി വളരേണ്ട ആവശ്യമില്ല എന്ന് ആര് ചിന്തിക്കുന്നു, ആത്മീയമായി ഞാൻ ഇനി വളരേണ്ട യാതൊരു സാധ്യതയുമില്ല, അങ്ങനെ വളരേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും, അവന് വലിയ ഒരു പ്രതിസന്ധിയിലാണ്, അവന് പിന്മാറ്റക്കാരനാണ്. ഒരു വ്യക്തിയും വിശ്വാസ ജീവിതത്തിൽ ഒരു സ്ഥിരമായി ഒരിട സ്ഥാനത്ത് നിൽക്കുവാനായിട്ട് അവന് കഴിയുകയില്ല. അവൻ ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കണം. നമ്മുടെ വളർച്ചയുടെ ലെവൽ എന്താണെന്ന് നമുക്കറിയാം. ക്രിസ്തു എന്ന തലയോളം നാം വളരുവാൻ കടപ്പെട്ടവരാണ്. നമുക്ക് അത്രമാത്രം വളരുവാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നാം ഓരോ ദിവസവും വളർച്ചയുടെ ഓരോ സ്റ്റെപ്പ് മുൻപോട്ട് വെക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഒട്ടും നാം പിന്നോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരരുത്. ദൈവമക്കളെ, ഇവിടെ അപ്പോസ്തലൻ മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുന്നു. ഇതുവരെ അവരെ കണ്ടിട്ടില്ലാത്ത ഒരു കൂട്ടം വിശ്വാസികൾ, അവർക്ക് വേണ്ടി തന്നെ എത്ര വലിയ പോരാട്ടം കഴിക്കുന്നതെന്ന് നിങ്ങളെ അറിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പൗലോസ് പറയാണ്, നിങ്ങൾ അറിയണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയം എന്താണെന്നുള്ളത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നു. മാത്രമല്ല, തുടർന്നുള്ള ഭാഗങ്ങൾ നാം വായിക്കുമ്പോൾ പൗലോസ് വളരെ വ്യക്തമായ നിലയിൽ അവിടെയുള്ള വിശ്വാസികളെ ഓർപ്പിക്കുന്നു, നിങ്ങൾ ആത്മീയമായി വളരണം, ആത്മീയമായ നിങ്ങളുടെ നിലവാരം എന്തായിരിക്കണം എന്നുള്ളത് ഓരോ വാക്യങ്ങളിലായിട്ട്
താഴേക്ക് നാം വായിക്കുമ്പോൾ 7-ാമത്തെ വാക്യം വരെ നമുക്കത് കാണുവാനായിട്ട് കഴിയും. ആത്മീയമായുള്ള നമ്മുടെ വളർച്ച എത്രമാത്രമുണ്ട്, അല്ലെങ്കിൽ നമുക്കിങ്ങനെ പറയുവാനായിട്ട് കഴിയും, കൊലോസ്യയിലുള്ള വിശ്വാസികളുടെ ആത്മീയ നിലവാരം എന്താണ് എന്നുള്ളത് അപ്പോസ്തലൻ അവിടെ ഓർപ്പിക്കുകയാണ്. ഈ സഭയുടെ ആത്മീയ നിലവാരം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പുതുപ്പള്ളി സഭയ്ക്ക് ആത്മീയ നിലവാരം ഉണ്ട് എങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ഒരു കാര്യം കൂടെ നമുക്ക് പറയണം, വളരെ വ്യക്തമായ നിലയിൽ പറയണം. എന്താ ഈ സഭയുടെ ആത്മീയ നിലവാരം എന്ന് പറയുന്നത്? ഓരോ വിശ്വാസിയുടെയും നിലവാരവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ വിശ്വാസികൾ ആത്മീയ നിലവാരം കുറഞ്ഞവരാണെങ്കിൽ സഭയും നിലവാരം കുറഞ്ഞ അനുഭവത്തിലായിരിക്കും മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം നാം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ സഭയുടെ ആത്മീയ നിലവാരം വർദ്ധിക്കണമെങ്കിൽ ഏതൊരു ചെറിയ വിശ്വാസിയെ പോലും ആത്മീയമായ നിലവാരത്തിലേക്ക്, ഉന്നത നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം എൻ്റെയും നിങ്ങളുടേതുമാണ്. എങ്കിൽ മാത്രമേ നമുക്ക് സ്ഥലസഭയ്ക്ക് ആത്മീയ നിലവാരത്തിൽ വളർച്ചയുണ്ട് എന്ന് പറയുവാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ഓരോ വ്യക്തിയെക്കുറിച്ചും, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമുക്ക് മാറ്റി നിർത്തിക്കൊണ്ട് സ്ഥലസഭയുടെ ആത്മീയ നിലവാരം വർദ്ധിപ്പിക്കുവാനായിട്ട് കഴിയില്ല. എല്ലാവരെയും ആത്മീയ നിലവാരത്തിലേക്ക് നയിക്കണം, അല്ലെങ്കിൽ എല്ലാവരും ആത്മീയമായി വളരണം. എങ്കിൽ മാത്രമേ നമ്മുടെ സഭ ആത്മീയമായി വളരുകയുള്ളൂ. ഞാൻ വളരുന്നില്ല എങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? സഭയുടെ ആത്മീയ നിലവാരത്തിന് അല്പം പോരായ്മ സംഭവിക്കുന്നുണ്ട്. ദൈവമക്കളെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ നിലവാരത്തെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാം. എന്തിനു വേണ്ടി? നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ സ്ഥലസഭയോടുള്ള ബന്ധത്തിൽ വളർന്നു വരുവാനായിട്ട്, വർദ്ധിച്ചു വരുവാനായിട്ട് ഇടയായിത്തരുത്. നാം ഇവിടെ വായിക്കുന്ന ഒരു വാക്യം, 2-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്തായിട്ട് നാം ഇങ്ങനൊരു പ്രയോഗം കാണുന്നുണ്ട്. നിങ്ങൾ 2-ാം വാക്യം ആരംഭം മുതൽ, അവർ ക്രിസ്തു എന്ന മർമ്മത്തിൻ്റെ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കവണ്ണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട് ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണമെന്ന് വെച്ച് ഞാൻ എത്ര വലിയ പോരാട്ടം കഴിക്കും. അപ്പം പൗലോസിൻ്റെ, അപ്പോസ്തലൻ്റെ പ്രധാന ഉദ്ദേശം എന്താ? നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം ലഭിക്കണം. വളരെ പ്രതിസന്ധിയുള്ള അനുഭവങ്ങളാണ്, വൈഷമ്യങ്ങളുള്ള അനുഭവങ്ങൾ കൂടെയാണ് ഇപ്പോൾ വിശ്വാസികൾ കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ആത്മീയമായ ആശ്വാസം ലഭിക്കണമെന്ന് പറയുമ്പോൾ നമുക്കിങ്ങനെ പറയുവാനായിട്ട് കഴിയും, ആത്മീയമായ ധൈര്യം ലഭിച്ച് ആത്മീയമായി വളരണം, ആത്മീയ ധൈര്യം ഉള്ളവരായിട്ട് മുൻപോട്ട് പോകണം. അതാണ് പൗലോസ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത് നാം ഇങ്ങനെ ചിന്തിക്കുക, നാം ഓരോരുത്തരും ആത്മീയ ധൈര്യം എത്രമാത്രം ഉണ്ട്, നമുക്ക് ആത്മീയമായി മുൻപോട്ട് പോകാനുള്ള ധൈര്യമുണ്ടോ? നമ്മുടെ പ്രതിസന്ധികളിൽ നമ്മൾ എങ്ങനെയാണ് ആ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നത്? നമുക്ക് വിജയകരമായിട്ട് ആ പ്രതിസന്ധികളെ നമുക്ക് അഭിമുഖീകരിക്കാനായിട്ട് ഇടയായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നിലയിലുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളൊക്കെയും കടന്നു വരാറുണ്ട്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ധൈര്യപൂർവ്വം അഭിമുഖീകരിക്കുവാനായിട്ട് ഇടയായിത്തരണം. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുകയും, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നല്ല ചെയ്ത കർത്താവ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ട്. നമുക്ക് എന്തിനാ നമ്മളെ ലോകത്തിലാക്കിയിരിക്കുമ്പോൾ നമ്മളെ പ്രതിസന്ധികളിൽ കൂടെയും നമ്മൾ കടന്നു പോകേണ്ടി വരും. എന്നാൽ അവിടെയൊക്കെ നാം വിജയകരമായി മുൻപോട്ട് പോകണമെങ്കിൽ കർത്താവുള്ള ആശ്രയം ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം നമുക്ക് ഹൃദയങ്ങൾക്ക് ധൈര്യം വേണം. അല്ലെങ്കിൽ ഒരു ദൈവവേല എന്നുള്ള നിലയിൽ, ഒരു സ്ഥലസഭ എന്നുള്ള നിലയിൽ, ആ സഭയിൽ ഇരിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ പറയുവാനായിട്ട് കഴിയും, ഓരോരുത്തർക്കും എന്ത് വേണം? ആത്മീയമായി മുൻപോട്ട് പോകാനുള്ള ധൈര്യം വേണം. ക്ഷീണിച്ചു പോകാതെ, അധൈര്യപ്പെട്ടു പോകാതെ, നിരാശപ്പെട്ടു പോകാതെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരണം. മറ്റൊരു പ്രയോഗം നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്, അതിന് തൊട്ട് മുമ്പ് നാം വായിക്കുന്നു, നിങ്ങൾ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിപ്പാൻ തക്കണം സ്നേഹത്തിൽ ഏകീഭവിച്ചിട്ട്. സ്നേഹത്തിൽ ഏകീഭവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇത് കേട്ടിട്ടുള്ള വാക്കാണെന്ന് എനിക്ക് തോന്നി. നിറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ സ്നേഹത്തിൽ അന്യോന്യം ബന്ധപ്പെട്ട് നിൽക്കുക. വേർപിരിക്കുവാൻ കഴിയാത്ത നിലയിൽ സ്നേഹം ഉള്ളവരായിട്ട് വേണം ദൈവമക്കൾ മുൻപോട്ട് പോകാനായിട്ട്. ഒരു സ്ഥലസഭയിലെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർ അന്യോന്യം സ്നേഹത്തിൽ ഏകീഭവിക്കണം. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്, നിറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ. നിറ്റ് ടുഗദർ എന്ന് പറഞ്ഞാൽ കൂട്ടിത്തയ്ച്ച, അല്ലെങ്കിൽ വേർപെടുത്തുവാൻ കഴിയാത്ത നിലയിൽ അത്രമാത്രം ബന്ധമുള്ള ഒരനുഭവം. അതാണ് സ്നേഹബന്ധത്തിൻ്റെ പ്രത്യേകത. ദൈവമക്കളെ, നമുക്കൊന്ന് ചിന്തിക്കുക, നമ്മുടെ സ്നേഹബന്ധം എത്രമാത്രമുണ്ട്? വേർപിരിക്കുവാൻ കഴിയാത്ത സഹോദരി ബന്ധമാണോ നമ്മുടേത്? ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള ചിന്തയിലല്ലേ നമ്മൾ പലപ്പോഴും നമ്മുടെ സ്നേഹബന്ധത്തിൽ നാം മുൻപോട്ട് പോകാറുള്ളത്. അപ്പോൾ നമ്മൾ അന്യോന്യമുള്ള നമ്മുടെ സ്നേഹബന്ധം അനുദിനം വർദ്ധിക്കട്ടെ. ആ ഒരിക്കൽ വേർപിരിക്കുവാൻ കഴിയാത്ത നിലയിലുള്ള ആ സ്നേഹബന്ധത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മുൻപോട്ട് പോകാനായിട്ട് ദൈവമക്കളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരട്ടെ. ദൈവവചനത്തിൽ സ്നേഹത്തെക്കുറിച്ച് നമുക്ക് അനേക വാക്കുകൾ കാണുവാനായിട്ട് കഴിയും.
1 തെസ്സലോനിക്കർ 4:9-10 വാക്യങ്ങളിൽ സഹോദര പ്രീതിയെക്കുറിച്ച് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ എല്ലായിടത്തും വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. സഹോദര പ്രീതി നിലനിൽക്കട്ടെ, അല്ലെങ്കിൽ സഹോദര പ്രീതിയുടെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ കാണുന്നു. അതുപോലെ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എന്താ വായിക്കുന്നത്, എന്താ കാണുന്നത്? അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. തുടങ്ങുന്നത് എങ്ങനെയാ? എബ്രായർ 13-ൽ നാം ഇങ്ങനെ വായിക്കുന്നു, സഹോദര പ്രീതി നിലനിൽക്കട്ടെ. പിന്നെ പറയുന്നതോ, അതിഥി സൽക്കാരം മറക്കരുത്. അപ്പം സഹോദരപ്രീതിയുടെ ഒരു അനന്തര അനുഭവമാണ്, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ടാണ് എന്ത്? അതിഥി സൽക്കാരം. അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഓർമ്മ വരുന്നത് ആരാ? അബ്രഹാമിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ട്. അതിഥി സൽക്കാരത്തിൽ മുന്നിട്ട് നിന്ന അബ്രഹാമും കുടുംബവും. അതുകൊണ്ട് എന്താ സംഭവിച്ചത് അവിടെ പറയുന്നത്? അതിനാൽ ചിലരെ അറിയാതെ, അബ്രഹാം വന്ന് അവരെ സൽക്കരിച്ചത് അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, ദൂതന്മാരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല, പിന്നെ അറിയാതെ സൽക്കരിച്ചു. ദൈവമക്കളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിച്ച് നോക്കേണ്ട ആവശ്യമാണ്. കാരണം നമ്മളും ചിലപ്പോൾ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടോ? അതിഥി സൽക്കാരം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെയും ചിന്തിക്കുവാനായിട്ട് കഴിയുള്ളൂ. അതിഥി സൽക്കാരമുള്ള ഭവനം നമ്മൾ വായിക്കുന്നത് അറിയാതെ ചിലപ്പം ദൈവദൂതന്മാരെ സൽക്കരിക്കുവാനുള്ള മുഖാന്തരമായിട്ട് അത് തീരും ദൈവമക്കളെ. അപ്പോൾ നമ്മൾ സ്നേഹത്തിൽ ഏകീഭവിച്ചുകൊണ്ട് സഹോദരപ്രീതിയിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തട്ടെ. ഒരു ദൈവദാസൻ ഇങ്ങനെ പറയുന്നുണ്ട്, വിത്തൗട്ട് ലവ് ദെയർ ഈസ് നോ റിയൽ ചർച്ച്. സ്നേഹമില്ലാത്ത സഭയില്ല, അല്ലെങ്കിൽ സ്നേഹമില്ലെങ്കിൽ സഭയില്ല. അപ്പം സഭ അടിസ്ഥാനപ്പെട്ടിരിക്കുന്ന എന്തിലാ? സ്നേഹത്തിൽ അധിഷ്ഠിതമായ ദൈവസഭ, ദൈവമക്കളുടെ കൂടിവരവ്. സഭയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോടെ ചേർത്തുകൊണ്ടിരുന്നു. അപ്പോൾ സഭ എന്ന് പറയുന്നത് രക്ഷിക്കപ്പെടുന്ന ഒരു കൂട്ടമാണ്. അവരിൽ ഏറ്റവും അധികം സ്വാധീനിക്കേണ്ട ഘടകം, അവരൊന്നായി തീരേണ്ട അനുഭവമാണ് സ്നേഹമെന്നുള്ളത്. ആ സ്നേഹത്തിൽ മുൻപോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമ്മുടെ സഭാബന്ധത്തിൽ ആ ബന്ധം നിലനിർത്തുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. സ്നേഹമില്ലാത്ത സഭയ്ക്ക് നിലനിൽപ്പില്ല എന്നുള്ളത് ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ നമ്മെ ഓർപ്പിക്കുന്നു. ആരോട്? ദൈവത്തോടും കൂട്ടു സഹോദരന്മാരോടുള്ള സ്നേഹം നിലനിർത്തിക്കൊണ്ട് പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. വെൻ ലവ് ഡൈസ് ദെയർ ചർച്ച് ഓൾസോ ഡൈസ് എന്ന് പറഞ്ഞാൽ, സ്നേഹം മരിക്കുന്നിടത്ത് സഭയും മരിച്ചുകൊണ്ടിരിക്കും. സ്നേഹമില്ല എങ്കിൽ സഭയ്ക്ക് വളർച്ചയില്ല. ദൈവമക്കളെ, അതുകൊണ്ട് നമുക്ക് അന്യോന്യം സ്നേഹമുള്ളവരായിട്ട്, അന്യോന്യം കരുതുന്നവരായിട്ട്, ആത്മീയമായി വളർച്ചയുടെ അനുഭവത്തിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തട്ടെ. നമുക്ക് സ്നേഹത്തിൽ ഏകീഭവിക്കാം. നമ്മുടെ ഏകീഭാവം ഏതിലായിരിക്കണം? അന്യോന്യം സ്നേഹിക്കുന്നതിൽ, സ്നേഹത്തിൽ ഏകീഭാവമുള്ളവരായിട്ട്, ആരെയും അതിൽ നിന്ന് മാറ്റി നിർത്തുവാനായിട്ട് ദൈവത്തിനെ ഉദ്ദേശിക്കുന്നില്ല. നാം എല്ലാവരും അന്യോന്യം സ്നേഹമുള്ളവരായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തട്ടെ. മൂന്നാമത് നമ്മുടെ വായിക്കുന്നു, നാം പരിജ്ഞാനമുള്ളവരായിരിക്കണം. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ അവിടെ പല കാര്യങ്ങളും അവിടെ ഓർപ്പിക്കുന്നുണ്ട്. രണ്ടാം വാക്യത്തിലും 3-ാം വാക്യത്തിലും ആ പ്രയോഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഒന്നാമത്, നിങ്ങൾ പരിജ്ഞാനവും വിവേകപൂർണതയുടെ സമ്പത്തും പ്രാപിക്കണം. വിവേകം വേണം, പരിജ്ഞാനം വേണം. പിന്നെ 3-ാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് വായിക്കുന്നു, അവിടെയും ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപം. ഈ പ്രയോഗങ്ങളൊക്കെ നമ്മൾ ചിന്തിക്കുക. നമുക്കിത് ഇതുകൊണ്ട് എന്താ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്? ജ്ഞാനം ഒന്നുണ്ട്, പരിജ്ഞാനം ഒന്നുണ്ട്, വിവേകം ഒന്നുണ്ട്. എന്താ ഇതിലൊക്കെ അടങ്ങിയിരിക്കുന്ന അർത്ഥം നാം ചിന്തിക്കുകയും അത് പഠിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിവേകം എന്ന് പറഞ്ഞാൽ നമുക്ക് ചില കാര്യങ്ങളെ അവലോകനം ചെയ്യുവാനുള്ള നമ്മുടെ കഴിവ്, ആത്മീയമായ നമ്മുടെ കഴിവ്, ചില കാര്യങ്ങളൊക്കെ സാഹചര്യങ്ങളെയൊക്കെ അവലോകനം ചെയ്ത് എന്താണ് ആവശ്യമെന്ന് വെച്ചുള്ള അതിനനുസരിച്ചുള്ള തീരുമാനം എടുക്കാനുള്ള കഴിവാണ് വിവേകം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താ? പരിചയത്തിൽ കൂടെ ലഭിക്കുന്ന ജ്ഞാനം എന്ന് നമുക്ക് ന്യായമായിട്ട് പറയാം. അതുപോലെ തന്നെ പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കഴിവാണ്. എങ്ങനെയുള്ള കഴിവ്? സത്യം കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ അത് ഗ്രഹിക്കുവാനുള്ള നമ്മുടെ കഴിവ്, അതിനെയാണ് പരിജ്ഞാനം എന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറഞ്ഞാലോ, ചില കാര്യങ്ങളെ ഉറപ്പിച്ച് പറയുവാൻ, ചില കാര്യങ്ങൾക്ക് വ്യക്തമായ തീരുമാനമെടുക്കുവാൻ കഴിയുന്ന ഒരനുഭവം, അതാണ് ജ്ഞാനം. ഒരു ദൈവജനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ കാര്യങ്ങളിലെല്ലാം മുൻപന്തിയിലായിരിക്കണം. അവനെ സംബന്ധിച്ചിടത്തോളം വിവേകം വേണം, ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം. ഇത് വളർന്നു വരണം, വർദ്ധിച്ചു വരണം. ദൈവമക്കളെ, നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുക. എവിടെയായി ജ്ഞാനം ലഭിക്കുന്നത്? എവിടുന്നാ? ഇവിടെ തന്നെ പറയുന്നുണ്ട്, ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളൊക്കെയും
അവനിൽ ഗുപ്തമായിരിക്കുന്നു. ആരില്? ക്രിസ്തുവിൽ ഗുപ്തമായിരിക്കുന്നു. അപ്പം ക്രിസ്തുവിൽ നിന്നാണ് ഇതൊക്കെ നമുക്ക് ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ദൈവമക്കളെ, നമുക്ക് ജ്ഞാനത്തിന് വേണ്ടി, പരിജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി നമുക്ക് അടുത്ത് ചെല്ലുവാനുള്ള ഏക സ്ഥാനം നമ്മുടെ കർത്താവാണ്. ആത്മീയമായ നമ്മുടെ ലോകത്തിൽ അനേകരെ നമ്മൾ ലോകപരമായ ജ്ഞാനമുള്ളവരായിട്ട് കാണുവാനായിട്ട് സാധിക്കും, അറിവുള്ളവരുണ്ട്. എന്നാൽ ദൈവമക്കളായിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആത്മീയമായി വളരണമെങ്കിൽ ആത്മീയ ജ്ഞാനം ആവശ്യമാണ്, പരിജ്ഞാനം ആവശ്യമാണ്, വിവേകം ആവശ്യമാണ്. ഇതൊക്കെ ലഭിക്കുവാനായിട്ട് ഒരു സ്ഥാനത്തേക്ക് കടന്നു ചെയ്യണം. ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ഔദാര്യമായി നൽകുന്ന ദൈവത്തോട് യാചിക്കണം. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നു. നമുക്കിന്ന് ദൈവസേനയിൽ ആ നിലയിലുള്ള അനുഭവത്തോടുകൂടി എന്ന് പറഞ്ഞാൽ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിട്ടെ. എന്തിനു വേണ്ടി? ആത്മീയമായ ജ്ഞാനത്തിന് വേണ്ടി, ആത്മീയമായ പരിജ്ഞാനത്തിന് വേണ്ടി, വിവേകത്തിന് വേണ്ടി ദൈവമുഖത്തേക്ക് നോക്കാം, ദൈവസേനയിലേക്ക് കടന്നു വരാം. ഇതെല്ലാം നിക്ഷിപ്തമായിരിക്കുന്നത്, അല്ലെങ്കിൽ നിക്ഷേപമൊക്കെയും ഗുപ്തമായിട്ടിരിക്കുന്നത് കർത്താവിലാണ്. അതുകൊണ്ട് കർത്താവിലേക്ക് കടന്നില്ല, കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് നമ്മെ ശക്തീകരിക്കുവാൻ, ആത്മീയമായി ബലപ്പെടുത്തുവാൻ മതിയായവനാണ്. അവൻ്റെ മുഖത്തേക്ക് നോക്കാം. നാലാമതായിട്ട് നമുക്കിവിടെ കാണുവാൻ കഴിയുന്ന മറ്റൊരു കാര്യം നമ്മുടെ വായിക്കുന്നു. 3-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ വശീകരണ വാക്കുകൊണ്ട് ആരും നിങ്ങളെ ചതിക്കരുത്. ആത്മീയമായി വളരുവാൻ, ആത്മീയമായി നിലവാരം പുലർത്തണമെങ്കിൽ, ആത്മീയമായി സഭാ ജീവിതം ഉന്നത നിലവാരത്തിൽ പോകണമെങ്കിൽ എന്താവശ്യമാണ്? ആരും നിങ്ങളെ വശീകരണ വാക്കുകൊണ്ട് നിങ്ങളെ ചതിക്കരുത്. നമ്മളെ പലപ്പോഴും ആത്മീയമായ നിലവാരത്തിൽ നിന്ന് പിൻപോട്ട് വലിക്കുന്ന സ്വാധീന ശക്തികളുണ്ട്. പൈശാചികമായ ശക്തികൾ നമ്മെ പലപ്പോഴും ആത്മീയ ജീവിതത്തിൽ നിന്ന് പിൻപോട്ട് വലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. ഇങ്ങനെയൊന്നുമല്ല വിശ്വാസ ജീവിതം നയിക്കേണ്ടത്. ഇതൊന്നുമല്ല ഉപദേശ വിഷയങ്ങൾ എന്ന് പറഞ്ഞിട്ട് പലരും നമ്മളെ കുറെ കൂടെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരും. ഇപ്പോഴത്തെ നമ്മുടെ ആ കെട്ടുപാടുകളെയൊക്കെ അല്ലെങ്കിൽ ലിമിറ്റേഷൻസിനെയൊക്കെ വിട്ട് കുറച്ചുകൂടെ പുറത്തേക്ക് വരുവാനുള്ള ഉപദേശവുമായിട്ട് കടന്നു വരുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പലപ്പോഴും നമുക്ക് ഇപ്പോഴത്തെ നമ്മൾ മുറുകെ പിടിച്ചിരിക്കുന്ന വിശ്വാസത്തെക്കാൾ അത് നല്ലതായിരിക്കും. ഇത്രയൊന്നും റെസ്ട്രിക്ഷനൊന്നും വേണ്ട എന്ന് ചിന്തിക്കുന്ന പലരും നമ്മുടെ മധ്യത്തിലുമുണ്ട്. വ്യത്യസ്തമായ ഉപദേശ വിഷയങ്ങളുമായിട്ട് കടന്നു വരുന്നവരെ നാം കുറിക്കൊള്ളണം. അപ്പം നമ്മൾ വശീകരണ വാക്കുകൊണ്ട് ചതിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഒരു കാര്യം നാം വളരെ വ്യക്തമായ നിലയിൽ മനസ്സിലാക്കണം. എന്ത് ചെയ്യണം? ദൈവവചനം വളരെ വ്യക്തമായ നിലയിൽ പഠിച്ചെങ്കിൽ മാത്രമേ, മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരുടെ വശീകരണ വാക്കുകളിൽ ചതിക്കപ്പെടാതിരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒരു കാര്യം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ദൈവവചനം എന്തിനാണ് നമുക്ക് തന്നിരിക്കുന്നത്? അവയെ കൃത്യമായി ആചരിക്കേണ്ടതിന്. ദൈവവചനം പഠിക്കുകയും അത് കൃത്യമായി ആചരിക്കുകയും ചെയ്യുവാനായിട്ട് തന്നിരിക്കുന്ന ദൈവവചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാനായിട്ട് ഇടയായിത്തട്ടെ. ഈ ദൈവവചനം പഠനം എത്രമാത്രം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട്? ഈ ദിവസങ്ങളിലെ ദൈവവചന പഠന മുഖാന്തരം നമുക്ക് എത്രമാത്രം ആത്മീയമായ വളർച്ച നേടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്? ഈ ഒരു മാസക്കാലം നമ്മൾ ദൈവവചനമൊക്കെ പഠിക്കാറുണ്ട്. എന്നാൽ എത്രമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തിലെ പുരോഗതി കൈവരിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്? നമ്മളൊന്ന് പരിശോധിക്കുക. ദൈവകൃപയിൽ നമുക്ക് ശരണപ്പെടാം, ദൈവമുഖത്തേക്ക് മാത്രം നോക്കാം. മാത്രമല്ല മറ്റൊരു കാര്യത്തോടെ നാം വായിക്കുന്നത് 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് നിങ്ങളോട് കൂടെയുള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് സന്തോഷിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയാണ്, ഞാനിപ്പോൾ വളരെ ദൂരത്താണ്. പറഞ്ഞു, ഞാൻ ഇതുവരെ നിങ്ങളെ മുഖാമുഖമായിട്ട് കണ്ടിട്ടില്ല. വളരെ ദൂരത്തിരുന്നുകൊണ്ടാണ് പൗലോസ് ഈ വാക്കുകൾ ഓർപ്പിക്കുന്നത്, അവർക്ക് വേണ്ടി കത്തെഴുതുന്നത്. അവിടെ പറയാണ്, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും നിങ്ങളുടെ ക്രമവും എന്ന് പറഞ്ഞ ഒരു ഡിസിപ്ലിൻഡ് ലൈഫാണ് പൗലോസുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പൗലോസിന് ഓർപ്പിക്കുകയാണ്. അവരുടെ ജീവിതം വളരെ ഡിസിപ്ലിൻഡാണ്, ക്രമമുള്ള ജീവിതമാണ്. അതുപോലെ തന്നെ അവർ വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരാണ്. അവർ 1-ാം ദിവസം മനസ്സിലാക്കിയ ആരംഭിച്ച വിശ്വാസ ജീവിതത്തിൽ എങ്ങനെ നിലനിൽക്കുന്നു, അതിനേക്കാൾ ശക്തമായ നിലയിൽ ആ സ്ഥിരതയിൽ തന്നെ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുന്നു. അതാണ് അവരുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിജയ രഹസ്യം. ആ വിശ്വാസ ജീവിതത്തിൽ തളർന്നു പോകാതെ സ്ഥിരതയുള്ളവരായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തീരുന്നു. പുലർച്ചയുള്ള വിശ്വാസങ്ങളൊക്കെ പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇതിനെക്കുറിച്ച് അവിടെ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. ഞാൻ സമയം കുറവായതുകൊണ്ട് ഇങ്ങോട്ട് പോകുന്നില്ല. ഇവിടെ ഒരു പൗലോസ് പറയാണ്, എന്താണ്? നിങ്ങൾ ആത്മാവ് കൊണ്ട് നിങ്ങളോടുകൂടെ ഉള്ളവനായി നിങ്ങളുടെ ക്രമവും ക്രിസ്തുവിൽ നിങ്ങൾക്കുള്ള വിശ്വാസത്തിൻ്റെ സ്ഥിരതയും കണ്ട് ഞാൻ സന്തോഷിക്കുന്നു. പൗലോസിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ സ്ഥിരതയും അവരുടെ ക്രമവും. ദൈവമക്കളെ, ക്രമമുള്ളവരായിട്ട് നമ്മുടെ ജീവിതത്തിൽ മുൻപോട്ട് പോകാനായിട്ട് ഇടയായിത്തരുത്. ഏത് കാര്യങ്ങൾക്കും നാം മുൻപോട്ട് പോകുന്നവരായിട്ടല്ല, ഏത് കാര്യങ്ങളോടും ഇടപെടുന്നവരായിട്ടല്ല. നാം ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് ചില ക്രമങ്ങളുണ്ട്. നമ്മൾ ലോകമനുഷ്യരെ പോലെ ജീവിക്കുവാൻ കഴിയുന്നവരല്ല നമ്മൾ. നമുക്ക് ദൈവവചനം തന്നിട്ടുണ്ട്, കൃത്യമായി ആചരിക്കുവാൻ. ദൈവവചനം പഠിച്ച ദൈവവചനത്തിൽ പൂർണ്ണമായി അത് അനുസരിക്കുവാനായിട്ട് കടപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. നാം ലോകമനുഷ്യരെക്കാൾ വ്യത്യസ്തരാണ്. ലോകത്തോട് ഇണങ്ങി ചേരുവാൻ നമുക്ക് സാധ്യമല്ല.
അതുകൊണ്ട് വരുന്ന ദിവസങ്ങളിൽ നാം ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും ലോകം നമ്മിലേക്ക് കടന്നു വരാതെ ആത്മീയമായ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാൻ തക്കണം വിശ്വാസത്തിൻ്റെ സ്ഥിരതയിൽ മുൻപോട്ട് ജീവിക്കാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാത്രമല്ല അവിടെ പറയുന്നു 6-ാം വാക്യത്തിൽ ഒരു ദൈവവൈതലിൻ്റെ ചലനങ്ങൾ, അവൻ്റെ നിരീക്ഷണങ്ങൾ, അവൻ്റെ ചുവടുകൾ എങ്ങനെയായിരിക്കണം. എന്താ അവിടെ പറയുന്നത്? നിങ്ങളെ കർത്താവായ ക്രിസ്തു യേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ. അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. എങ്ങനെ നടക്കണം? അവനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം. ഞാൻ ഇങ്ങനെ പറയട്ടെ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വ്യക്തിപരമായി ഏറ്റെടുത്ത ആ ദിവസം മറക്കാൻ കഴിയില്ല. ഞാൻ ഇന്നും ഓർക്കാറുണ്ട് ആ സാഹചര്യം. ഞാൻ എങ്ങനെ കർത്താവിനെ വിശദമായി അംഗീകരിച്ചു എന്നുള്ള ആ സംഭവം ഇപ്പോഴും എൻ്റെ മനസ്സിൽ എവിടെ വെച്ച് ഏറ്റുപറഞ്ഞു, എവിടെ വെച്ച് കർത്താവിനെ അംഗീകരിച്ചു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർക്കാറുണ്ട്. അത്രയും സന്തോഷം ഇപ്പോൾ ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുക. അന്ന് എനിക്ക് ലഭിച്ച സന്തോഷം, അന്ന് രക്ഷിക്കപ്പെട്ട ആ ദിവസം എനിക്ക് ലഭിച്ച സന്തോഷം, യേശുക്രിസ്തുവിനെ കൈക്കൊണ്ടപ്പോൾ ലഭിച്ച സന്തോഷവും സമാധാനവും, ആ അനുഭവം ഇന്ന് എനിക്കുണ്ടോ എന്ന് ഞാൻ പലപ്പോഴും സംശയിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്. ദൈവമക്കളെ, നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാനായിട്ട് ഇടയായി തരട്ടെ. നമ്മൾ 1-ാം നാളിൽ ആ കർത്താവുമായി ചെയ്ത ഉടമ്പടി പ്രകാരം യേശുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചു അല്ലേ? ഇന്നലെ ഒരു 2-3 വ്യക്തികളെ സംസാരിച്ചപ്പോൾ അവർ ബൈബിളൊക്കെ ഇടയ്ക്കൊക്കെ വായിക്കാറുണ്ടെന്ന് പറഞ്ഞു. സങ്കീർത്തനമാണ് വായിക്കും. അപ്പം എങ്ങനെയാ സ്വർഗത്തിൽ പോകാമെന്ന് ചോദിക്കുമ്പോൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം. അതിനെവിടാ ദൈവത്തിലെ പ്രമാണം? അതറിയില്ല. ഇങ്ങനെ ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ദൈവമക്കളെ, യഥാർത്ഥ സത്യം മനസ്സിലാക്കുവാനായിട്ട് ദൈവം നമുക്ക് ഭാഗ്യം തന്നു. സൽപ്രവൃത്തി ചെയ്ത് സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹം നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്താൽ മതി സ്വർഗത്തിൽ പോകാം. എന്നാൽ അങ്ങനെ ഒരു പ്രമാണം ദൈവവചനത്തിലില്ല. യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ സ്വർഗത്തിൽ പോകാൻ അവകാശമുള്ളൂ, അല്ലെങ്കിൽ അതിനുള്ള വഴി ഒരുക്കപ്പെടുന്നുള്ളൂ. ആ നിലയിൽ കഴിഞ്ഞ നാളുകളിൽ ആ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി എന്ന് പറഞ്ഞാൽ ആ പ്രയോഗം ഓർപ്പിക്കുവാനായിട്ടാണ് ആ ഭാഗത്തേക്ക് കടന്നത്. കർത്താവായിട്ട് അംഗീകരിക്കുന്നത്. കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാ? എൻ്റെ യജമാനൻ. ആ കർത്താവിൻ്റെ കരങ്ങളിലാണ് ഞാൻ, ആ യജമാനൻ്റെ കരങ്ങളിലാണ് ഞാൻ. ആ യജമാനൻ പറയുന്നത് പോലെ അവനോട് കൂടെ ആരംഭിച്ച ജീവിതം അതേ നിലവാരത്തിൽ തന്നെ തുടരുവാൻ ആത്മീയമായ വളർച്ച വേണം. എന്നാൽ കർത്താവിനെ കൈക്കൊണ്ട ആ നിമിഷത്തിലെ ആ സന്തോഷവും സമാധാനവും അനുഭവിച്ചുകൊണ്ട് അതൊരിക്കലും കൈമോശം വരാതെ മുൻപോട്ട് പോകാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അപ്പം ഈ നിലയിൽ നടക്കണം, അവനോടുകൂടെ ചേർന്ന് നടക്കണം, കൂട്ടായ്മയിൽ നടക്കണം. 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, പൂർണ്ണ പ്രസാദത്തിന് കർത്താവിന് യോഗ്യമാകുമെണ്ണം നടക്കണം. പൂർണ്ണ പ്രസാദത്തിന്, ദൈവത്തിന് പ്രസാദകരമായ നിലയിൽ നടക്കുവാനായിട്ട് നമ്മൾ കടപ്പെട്ടവരാണ്. നമ്മുടെ നടപ്പിനെക്കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ നമുക്ക് അനേക വാക്യങ്ങൾ കാണുവാനായിട്ട് കഴിയും. എങ്ങനെയായിരിക്കണം നമ്മൾ നടക്കേണ്ടത്, ഏത് നിലയിലായിരിക്കണം നമ്മൾ വെളിച്ചത്തിലുള്ളവരായിട്ട് നടന്നുകൊള്ളു എന്ന് എഫേസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു. എന്താ വെളിച്ചത്തിലുള്ള നടപ്പിൻ്റെ പ്രത്യേകത? വെളിച്ചത്തിലുള്ളവരായിട്ട് നടന്നുകൊള്ളണം എന്ന് നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിൻ്റെ ഫലം. വെളിച്ചത്തിൻ്റെ ഫലം എന്താണ്? സകല സൽഗുണവും നീതിയും സത്യവും. ഈ അനുഭവത്തിലാണ് നാം ജീവിക്കേണ്ടത്. വെളിച്ചത്തിലുള്ളവരായിട്ട് നടക്കുന്നുവെങ്കിൽ ഈ സകല സൽഗുണവും നീതിയും സത്യവും വെളിപ്പെടുത്തുന്നവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഇടയായി തരട്ടെ. മാത്രമല്ല തുടർന്നുള്ള ഭാഗങ്ങൾ ഞാൻ എളുപ്പം അവസാനിപ്പിക്കുന്നു. അതിൻ്റെ 7-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമുക്ക് ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം. വീണ്ടും പറയാണ്, അവനിൽ വേരൂന്നിയും ആത്മീയവർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിനൊത്തവണ്ണം വിശ്വാസത്തിൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞു വരികയും. അപ്പോൾ ഒരു ദൈവത്തിൻ്റെ ആത്മീയ വളർച്ച ഞാൻ ഓർപ്പിച്ചു. കൂട്ടായ്മയിൽ നടക്കണം എന്ന് പറഞ്ഞതിനോട് ബന്ധത്തിൽ തുടർന്ന് പറയാണ്, നിങ്ങൾ കർത്താവിൽ വേരൂന്നണം. വേരൂന്നുക എന്ന് പറഞ്ഞാൽ എന്താ? അവിടെയാണ് നമ്മുടെ സ്ഥിരത. നമുക്ക് സ്ഥിരമായിട്ട് ഒരു സ്ഥാനത്ത് നിൽക്കണമെങ്കിൽ ഒരു വൃക്ഷത്തിന് വേരെത്രയോ അത്യാവശ്യമാണ്. അതുപോലെയാണ് നാം കർത്താവിൽ നിലനിൽക്കുന്നത്. നമ്മുടെ വേര് അല്ലെങ്കിൽ നമ്മുടെ ബന്ധം കർത്താവുമായിട്ടാണെങ്കിൽ ആ കൂട്ടായ്മയിൽ നടന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യവും നമുക്ക് നിലനിൽക്കുവാനുള്ള കൃപയും ദൈവം തരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ക്ഷീണിച്ചു പോകും, അല്ലെങ്കിൽ നാം തളർന്നു പോകും. പ്രതിസന്ധികളുടെ മധ്യത്തിൽ നമ്മൾ വീണു പോകും. വലിയ കാറ്റും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ നാം ക്ഷീണിച്ചു പോകും. നമുക്കറിയാം, മത്തായി സുവിശേഷം നാം വായിക്കുന്നു, ബുദ്ധിയുള്ള മനുഷ്യൻ, അവനെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അവന് അടിസ്ഥാനമുള്ള പാറയിൽ വീട് പണിതു. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? വലിയ കാറ്റും കോളും തിരമാലകളൊക്കെ അടിച്ചു. എങ്കിലും ആ വീടിൻ്റെ അടിസ്ഥാനം സ്ഥിരതയുള്ളതായതുകൊണ്ട് അത് വീണുപോയില്ല എന്ന് നാം വായിക്കും. ദൈവമക്കളെ, നമ്മുടെ സ്ഥിരത അല്ലെങ്കിൽ നമ്മുടെ ഉറപ്പ് എവിടെയാണ്? കർത്താവിലാണോ? കർത്താവിൽ ആശ്രയിച്ച് മുൻപോട്ട് പോകാനായിട്ട് വരുന്ന ദിവസത്തിൽ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ.
എങ്കിൽ മാത്രമേ നമുക്ക് ധൈര്യത്തോടെ മുൻപോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. നമ്മുടെ ഓർപ്പിച്ചതുപോലെ യേശു ക്രിസ്തു കർത്താവാണ്. അവനുള്ള വിശ്വാസത്തിൽ നമ്മുടെ ജീവിതം മുൻപോട്ട് നയിപ്പാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. മാത്രമല്ല, അവസാനത്തെ വാക്ക് ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. എന്താണ്? സ്തോത്രത്തിൽ കവിഞ്ഞുമിരിപ്പി. സ്തോത്രത്തിൽ കവിഞ്ഞിരിക്കുക. ഒരു ദൈവത്തിനെ കുറിച്ച് ദൈവം ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് എന്താണ്? നന്ദിയുള്ള ഹൃദയം ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കണം. നന്ദിയുള്ള ഹൃദയം നമുക്ക് സാധിക്കാറുണ്ടോ? ദൈവം എത്രമാത്രം നന്മകളാണ് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ. പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്, പ്രതികൂലങ്ങൾ കൂടെ കടന്നു പോയിട്ടുണ്ടെന്നാൽ അതിനെയൊക്കെ അതിജീവിക്കുന്ന നിലയിൽ ദൈവം ധാരാളം നന്മകൾ തന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും നിലനിർത്തിയത്. നാം അതിനെക്കുറിച്ച് ബോധവാന്മാരാണോ? അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഒരു കാര്യവും മറന്നു പോകാതെ, ദൈവം ചെയ്ത ഉപകാരങ്ങളെ മറന്നു പോകാതെ ക്രിസ്ത്യ ജീവിതം നയിക്കാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അപ്പോൾ ആത്മീയ നിലവാരം കാത്തു സൂക്ഷിക്കുവാനുള്ള കാര്യങ്ങളാണ് നാം ഇവിടെ ചിന്തിച്ചത്. ദൈവം ആവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും തുറന്നു നൽകട്ടെ. നമ്മളെ കർത്താവിനോട് ചേർന്ന് നടക്കുവാൻ, അവൻ്റെ കൃപയിൽ നിലനിൽപ്പാനൊക്കെ ഇടയാക്കട്ടെ. നമ്മൾ ഹൃദയങ്ങൾക്ക് ധൈര്യമുള്ളവരായിട്ട്, ആത്മീയ ധൈര്യം പ്രാപിച്ചവരായിട്ട്, അതുപോലെ തന്നെ പരിജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് സ്നേഹത്തിൽ ഏകീഭവിച്ച് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തരട്ടെ. വശീകരണ വാക്കുകളുണ്ട്. നമ്മെ ആരും ചതിക്കാതിരിക്കത്തക്ക നിലയിൽ ആത്മീയമായ ബലമുള്ളവരായിട്ട്, ദൈവവചനത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായിട്ട് മുൻപോട്ട് പോകാനായിട്ട് ഇടയായി തീരട്ടെ. മാത്രമല്ല, വിശ്വാസത്തിൽ ഉറച്ച്, സ്തോത്രത്തിൽ കവിഞ്ഞ്. കവിയുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമുക്കറിയാം, കവിയുക എന്ന് പറഞ്ഞാൽ നിറഞ്ഞ് കവിയുക, അല്ലേ? ഒരു പാത്രത്തിൽ വെള്ളം ഒഴിക്കുമ്പോൾ അത് നിറഞ്ഞെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിൽ നന്ദി നിറയണം. എങ്കിൽ മാത്രമേ പിന്നീട് കവിഞ്ഞ് പുറത്തോട്ട്, അത് മറ്റുള്ളവരും അറിയണം. അതുകൊണ്ടാണ് കവിഞ്ഞു പോകുക എന്ന് പറയുന്നത്. നമ്മുടെ വാക്കുകൾ കൊണ്ടും നമ്മുടെ പ്രവൃത്തി കൊണ്ടും ദൈവത്തിന് നന്ദിയുള്ള അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ പ്രവൃത്തിയിൽ അത് വെളിപ്പെടണം, നമ്മുടെ വാക്കുകളിൽ അത് വെളിപ്പെടണം. ഒരു ദിവസത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനകരമായ ഫലകരമായ ജീവിതം നയിക്കുവാൻ, അത് അല്ലെങ്കിൽ ദൈവസഭയ്ക്ക് അനുയോജ്യമായ നിലയിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ആ നിലവാരത്തിൽ മുൻപോട്ട് പോകുവാനായിട്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ്റെ വിലയേറിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.